നോർത്ത് ഇന്ത്യയിലെ സ്പെഷ്യലായിട്ടുള്ള കടായി പനീർ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണാൻ വേണം. താമസിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ അതേ ഞാനിവിടെ ചൂട് കട്ടിയുള്ളൊരു പാൻ വെച്ച് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ബട്ടറും 1 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ചുറ്റിച്ച് കൊടുക്കണേ. ഇനി നമുക്ക് ഹോൾ സ്പൈസസ് എടുത്ത് വെച്ചേക്കിട്ടുണ്ട്. അത് കുറച്ച് പട്ടയും 2-3 ഏലക്കയും 2-3 ഗ്രാമ്പും 1/4 ടീസ്പൂൺ ജീരകവും 1/4 ടീസ്പൂണോളം കുറച്ച് അതിൻ്റെയും പകുതി കുറച്ച് കുരുമുളക്, മുഴുവൻ കുരുമുളകും 1 ടീസ്പൂണ് മുഴുവൻ മല്ലിയില അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് വെളുത്തുള്ളി ഒരു പകുതി തുട മതി കേട്ടോ. അതും പിന്നെ കുറച്ച് പച്ചമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് തന്നെ കുറച്ച് ഇഞ്ചിയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണേ, ആ പച്ചമണം മാറുന്നത് വരെ. ഇനി പകുതി സവാള എടുത്തിട്ടുണ്ട്. അത് നീളത്തിലോ അല്ലെങ്കിൽ ചെറുതായിട്ട് അരിയണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് അരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം പകുതി തക്കാളി, നന്നായിട്ട് പഴുത്ത തക്കാളി വേണേ, അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കണം. തക്കാളിയൊക്കെ നന്നായിട്ട് ഇങ്ങനെ വെന്ത് നല്ല ഉടഞ്ഞിങ്ങനെ വരണേ. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ മുളക് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടിയേക്കാളും ഇതേപോലെ നമുക്ക് മുഴുവൻ മുളക് ചേർക്കുന്നതാണ് നല്ലത്. പിരിയൻ മുളക് ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. ഇപ്പം എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഈ എരിവുള്ള മുളകാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും ഒരു 8 കശുവണ്ടി പരിപ്പും കൂടി എടുത്തിട്ട് നന്നായിട്ടിങ്ങനെ യോജിപ്പിച്ചതിന് ശേഷം തണുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടിങ്ങനെ അരച്ചെടുക്കണേ. ഇനി നമുക്ക് അതേ പാനിൽ തന്നെ 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഞാനിവിടെ പകുതി സവോള എടുത്ത് ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ, അതിങ്ങനെ അടർത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പകുതിയോളം ക്യാപ്സിക്കവും കൂടി എടുത്തിട്ടുണ്ടായിരുന്നേ. നമ്മൾ സാധാരണ ചില്ലി ചിക്കനൊക്കെ ചെയ്യത്തില്ല, അതുപോലെ തന്നെ കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോഴത്തേക്ക് ഞാനിവിടെ കുറച്ച് പനീർ കുറച്ച് തണുത്ത വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ചേർന്ന് നന്നായിട്ടിങ്ങനെ മൊരിയിച്ചെടുക്കണേ. ഇപ്പം നമ്മൾ തീ ഇങ്ങനെ മീഡിയത്തിൽ തന്നെ വെച്ചേക്കണം. വേണമെന്നുണ്ടെങ്കിൽ പനീർ ആദ്യം വറുത്ത് മാറ്റിയതിന് ശേഷം നമുക്കിതേപോലെ സവോളയും ക്യാപ്സിക്കവും വറുക്കാം. പക്ഷേ അതിനേക്കാളും എളുപ്പ വഴി ഇതാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ അതുപോലെ തന്നെ പിരിയൻ മുളകിൻ്റെ പൊടി ഒരു 1/4 ടീസ്പൂണോളം കൂടി ചേർത്ത് കൊടുക്കാം. സവോളയും അതുപോലെ തന്നെ ക്യാപ്സിക്കവും ഒന്നും കുഴഞ്ഞു പോകരുത്, അതുപോലെ തന്നെ പനീർ വെന്ത് ഉടഞ്ഞും പോകരുതേ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടിങ്ങനെ വഴറ്റി അതങ്ങ് മാറ്റി വെച്ചേക്കാം. എന്നിട്ട് അതേ പാനിൽ തന്നെ നമുക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ബട്ടറും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1 ടീസ്പൂണോളം പിരിയൻ മുളകിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് ആ പൊടിയൊക്കെ നന്നായിട്ടിങ്ങനെ ഒന്ന് മൂത്ത് വരണം, കരിഞ്ഞു പോകരുതേ. നന്നായിട്ട് മൊരിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള കൂട്ടുണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കാം. ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും നാൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി കോംബോ ആണ് കേട്ടോ. വെജിറ്റേറിയൻസിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പം നമ്മൾ നേരത്തെ ഉപ്പ് കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സവോളയൊക്കെ വഴറ്റിയപ്പം. ഈ അരപ്പിൽ ഉപ്പിട്ടിട്ടില്ല, അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മൊരിയിച്ചെടുക്കണം. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ വഴറ്റി മാറ്റി വെച്ചിട്ടുള്ള ക്യാപ്സിക്കവും അതുപോലെ തന്നെ പനീറും സവോളയൊക്കെ ഉണ്ടല്ലോ, നന്നായിട്ടിങ്ങനെ ഒന്ന് ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കണേ. എളുപ്പത്തിൽ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം. പിന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ മിക്സി കഴുകിയ ജാറിലുള്ള അത്രയും വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ. സാധാരണ നമ്മൾ പനീർ ബട്ടർ മസാലയൊക്കെ ആകുമ്പം അതിൽ കുറച്ച് ഫ്രഷ് ക്രീമൊക്കെ ചേർക്കും, പക്ഷേ ഇതൊന്നുമില്ല. ഏറ്റവും ലാസ്റ്റ് കുറച്ച് കസൂരി മേത്തിയും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി വിതറി കൊടുക്കാം. ഈ കൺസിസ്റ്റൻസിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ലൂസാക്കുകയും അതുപോലെ തന്നെ കട്ടിയാക്കുകയൊക്കെ ചെയ്യാമേ. അങ്ങനെ നമ്മുടെ കിടിലം കടായി പനീർ ഇവിടെ ഏകദേശം റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.